ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫുൾ ഡേ റൂട്ടീനായിട്ടാണ്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, അന്നത്തെ ദിവസമില്ലേ രാവിലെ ഇത് ഒരു ദിവസത്തെ വീഡിയോ ഒന്നല്ല, ദുബായിലുള്ളവരും ഞാൻ കുറച്ചായിട്ട് എടുത്ത് കുറച്ച് ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോ മൊത്തത്തിൽ ഒരുമിച്ചാക്കിയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. കുറേ നാളായില്ലേ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്ത. എൻ്റെ കുറച്ച് ബിസിനസ്സിൻ്റെ തിരക്കെല്ലായതുകൊണ്ടാണ്. അൽഹംദുലില്ലാ ഞാൻ ഉദ്ദേശിച്ചതിലും എളുപ്പത്തിൽ എല്ലാ കാര്യവും നടന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നാട്ടിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം നാട്ടിൽ നിന്നാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ഇവിടെ നിൽക്കാമെന്നെല്ലാം പറഞ്ഞിട്ടില്ലേ, പക്ഷേ ഇക്കാക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പക്കാൻ്റെ ഫുഡും കാര്യങ്ങളും ഞാനില്ലാത്തൊരു ഇക്കാക്ക് നാട്ടിൽ എന്താ പറയുക, ഒക്കെ ഹോട്ടലിലൊന്നും ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ ഇക്കാക്ക് ഫുഡിൻ്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലേക്ക് കഴിഞ്ഞാലും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ നേരെ വേഗം നാട്ടിലേക്ക് വിട്ടേക്കാമെന്ന് വിചാരിച്ച കാര്യം. ഞാൻ ഉദ്ദേശിച്ച കാര്യമെല്ലാം അൽഹംദുലില്ലാ നടന്നിട്ടുണ്ട്. പിന്നെന്താ, എന്നിട്ട് നാട്ടിലെല്ലാം എത്തി വീടും കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കിയ ശേഷം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ കുറച്ച് ഭാഗങ്ങളെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഒരുമിച്ചാക്കിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ആക്കാണ്. ഇതിപ്പില്ലേ രാവിലെ തന്നെ ഞാൻ മക്കൾക്കും എനിക്കും ഉള്ള ചായ ഉണ്ടാക്കലാണ്. ചായക്ക് മുട്ട പിന്നെന്താ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. ഇപ്പില്ലേ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു കൺട്രോളും ഇല്ല കേട്ടോ. അവിടെ വന്നുകൊണ്ട് തന്നെ എല്ലാ ഫുഡും ട്രൈ ആക്കലും അങ്ങനെ ഡയറ്റ് കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇൻഷാ അല്ലാ നാട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം തീരുമാനിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. വെയിറ്റെല്ലാം ഒന്ന് കൂടിയിട്ടുണ്ട്, കുറക്കണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഞാനിപ്പോൾ ഏതായാലും ചായയും ബിസ്ക്കറ്റും എല്ലാം കഴിക്കലാണ്. പിന്നെന്താ, ഈദ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ ഇതിന് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തതും പിന്നെ നാട്ടിലേക്ക് ഷൂട്ട് ചെയ്തതും നാട്ടിലേക്ക് ഞാൻ പർച്ചേസ് ചെയ്ത വീഡിയോ എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനൊരു ഫുൾ വീഡിയോ ആക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അലക്കാനുണ്ട്. ചായയുടെയും കാര്യങ്ങളെല്ലാം കൈനേരം അലക്കാനുണ്ടായതെല്ലാം അലക്കിയിട്ട് അങ്ങനെ ആറിയിടലാണ്. ഈ ഭാഗങ്ങളെല്ലാം മൊത്തത്തിൽ പൊടി പിടിച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ കുറച്ചധികം അലക്കാനുണ്ട്. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഉച്ചവരെ ആ ഒരു പണി തന്നെയായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഐക്യയിൽ പോകാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഐക്യയിൽ പോകാനല്ല, സോറി, ഞാൻ അതിന് മുമ്പേ എങ്ങാനും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. നാട്ടിലേക്ക് കുറേ സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇല്ലേ ഞാൻ ആ വീഡിയോ മൊത്തത്തിൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഒരു ദിവസം എടുത്ത വീഡിയോ അല്ല കേട്ടോ. പിന്നെന്താ, ഞാനിതാ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അറിയിടലാണ്. ഈ ഭാഗത്ത് മൊത്തം പൊടി പിടിച്ചിട്ടുണ്ട്, ആ ഭാഗമെല്ലാം ഒന്ന് തുടച്ചെടുക്കണം. അങ്ങനെ കുറേ പണിയുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. പിന്നെന്താ, ഞാനില്ലേ ലാസ്റ്റ് ഈദ് വ്ളോഗ് ചെയ്തിട്ടില്ലേ 10 ദിവസം എങ്ങാനും അതിനെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഈദ് വ്ളോഗ് ചെയ്ത ശേഷം അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. ഞാൻ കുർക്കുമാസല്ല ഹോം മേക്കർ ബ്രാൻഡിൻ്റെ ഒരു പാത്രം കാണിച്ചിട്ടില്ലേ, ഈ ഒരു പാത്രം കാണിച്ചിട്ട് അടിപൊളി ക്വാളിറ്റിയാണ്, നിങ്ങൾ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ. അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. ഏതോ ഒരു യൂട്യൂബറിൻ്റെ വാക്കും കേട്ടിട്ട് അവർ ബൊനേറ എന്തോ ഒരു ബ്രാൻഡിൻ്റെ പാത്രം വാങ്ങിയതിന് ഇവർ യൂട്യൂബേഴ്സ് പറയുന്നൊന്നും വിശ്വസിക്കണ്ട, ഞാൻ വാങ്ങിയിട്ട് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, നിങ്ങൾ വാങ്ങാൻ നിൽക്കണ്ടെന്ന്. അങ്ങനെയല്ല കേട്ടോ. പല ടൈപ്പിൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യമല്ല എനിക്ക് പറയാൻ കഴിയും. നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് മുതലേ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ 4 വർഷം 5 വർഷത്തോളമായി ഞാൻ ഓരോ പാത്രങ്ങളും യൂസ് ചെയ്യുന്നതിന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. ഈ പാത്രത്തിനെല്ലാം അത്രയും ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് വീണ്ടും വാങ്ങിയേ. നിങ്ങൾക്ക് നാട്ടിൽ എൻ്റെ വീട്ടിൽ ഈ ഒരു പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടമായാൽ മാത്രമേ ഞാനൊരു പാത്രമായാലും എന്ത് കാര്യമായാലും നിങ്ങൾ അത് വാങ്ങിക്കുമെന്ന് പറയും, അല്ലാണ്ട് വെറുതെ ഞാൻ പറയുന്നതല്ല കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് നെയ്ച്ചോറും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഇതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഐറ്റംസാണ്. കുറച്ച് ചിക്കൻ ഉണ്ടായിട്ടുണ്ടായിന്, കുറച്ച് മട്ടനും ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാം കൂടിയിട്ട് കറിയും കുറച്ച് ഉരുളക്കിഴങ്ങും എല്ലാം പൊരിച്ചിട്ടുണ്ടായിനെ. പിന്നെ ഈ ഒരു നെയ്ച്ചോറുണ്ടാക്കിയ പാത്രമില്ലേ, അതൊന്നും ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയൂല കേട്ടോ. നമുക്ക് ഇഷ്ടമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കുറേ കാലം യൂസ് ചെയ്ത് അതിനൊരു സ്ക്രാച്ച് വന്നിട്ടില്ല എന്ന് ഉറപ്പുള്ളത് മാത്രമേ അടിപൊളി എന്ന് പറയൂ. ഇങ്ങനെ പിന്നെന്താ, വേണമെന്നുണ്ടെങ്കിലേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്തു. ഇപ്പോൾ ട്രെൻഡോളിൽ നിങ്ങൾ എന്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ up to 50% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെന്താ,
ഡ്രസ്സായാലും പാത്രങ്ങളായാലും എല്ലാം നിങ്ങൾക്ക് കുറച്ച് വില കുറവിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് യൂസ് ചെയ്തോ. അങ്ങനെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഞാൻ ഐക്യയിൽ വന്നിട്ടുണ്ടായിനെ. എനിക്കൊരു ടീപ്പോട്ട് എന്താ പറയുക, ഗ്ലാസ്സിനൊരു ടീപ്പോട്ടില്ലേ എൻ്റെ നാട്ടിൽ ഞാൻ ഉപയോഗിച്ചത്, അത് പൊട്ടിപ്പോയിട്ടുണ്ടായിനെ. ഇങ്ങനെ ഗ്ലാസിൻ്റെ ഐറ്റംസ് എല്ലാം ഇല്ലേ, നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കാത്തരം പൊട്ടിപ്പോവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകുമ്പോൾ എല്ലാം പൈപ്പിനെല്ലാം ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഉമ്മാക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ടീപ്പോട്ട് വാങ്ങാൻ വേണ്ടിക്ക് വന്നതാണ്. ട്രെൻഡുള്ള ആ ഈ ഒരു ഐക്യൻ്റെ ടീപ്പോട്ടും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ എന്താ പറയുക, ഇവിടെ ഐക്യെന്ന് വാങ്ങിയ എല്ലാ ഐറ്റംസിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരണമെന്നില്ല. ഈ ഐറ്റംസ് എല്ലാം എന്താ പറയുക ട്രെൻഡുകളിലും അവൈലബിൾ ആണ്. നാട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ ആമസോണിലും കിട്ടും കേട്ടോ. ഈ ഒരു ടീപ്പോട്ട് എന്നോട് അധികം ചോദിക്കലുണ്ട്, ടീപ്പോട്ട് എവിടുന്നാണ് വാങ്ങിയെന്നല്ലോ. ആമസോണിലും ഉണ്ട് നാട്ടിൽ. പിന്നെന്താ, ഞാനിതാ ഓരോ ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. കാസ്റ്റ് ചെയ്യേണ്ട പോട്ട് ഞാൻ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിയേ. അത് ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിന്, യൂട്യൂബിലും ചെയ്തിട്ടുണ്ടായിന്. കുറേ ആൾക്കാർ വാങ്ങിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ച് തന്നിട്ടുണ്ടായിന്. നല്ല വില കുറവിൽ കിട്ടിയെന്നെല്ലാം പറയുന്നുണ്ട്. നല്ല വില കുറവെന്ന് പറയുമ്പം ചില ആൾക്കാർ വിചാരിക്കും ഭയങ്കര റേറ്റ് കുറവായിരിക്കും. അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഒരു 20,000 സാധനമാണെങ്കിൽ അതൊരു 10,000 കിട്ടാമെന്ന് പറയുമ്പോൾ അത് നല്ല ലാഭമല്ലേ. അതുപോലെ ഒരു 10,000 ഐറ്റം ഒരു 5,000 കിട്ടാമെന്ന് പറയുമ്പം അത്രയും ക്വാളിറ്റിയിലെ ഐറ്റംസ് നമുക്ക് ആ ഒരു പകുതി വിലക്ക് കിട്ടാമെന്നെല്ലാം പറയുമ്പം നല്ല കാര്യവും. കാര്യം നമുക്ക് കുറേ കാലം അത് യൂസ് ചെയ്യാൻ കഴിയും. 5-10 വർഷത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ലാണ്ട്. അങ്ങനെ പിന്നെ എന്ത് പാത്രങ്ങളും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇല്ലേ, ഭയങ്കര ഫ്ലെയിം കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കരിയാൻ മാത്രമില്ല എന്നുണ്ടെങ്കിൽ പാലെല്ലാം തിളച്ച് മറിയാൻ മാത്രം രീതിയിൽ ഇങ്ങനെ ശ്രദ്ധയില്ലാണ്ട് യൂസ് ചെയ്തതിനാൽ അത് എത്ര നല്ല ക്വാളിറ്റി ഇല്ലാതാണെങ്കിലും പെട്ടെന്ന് മോശമാവും കേട്ടോ. നമ്മൾ എന്തായാലും ഡ്രസ്സാണെങ്കിലും പാത്രങ്ങളായാലും പിന്നെ വീടായാലും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ആയിരിക്കും എപ്പോഴും പുതുതായിട്ട് ഉണ്ടാവുക. ഇപ്പം നമ്മൾ ഐക്യയിൽ വരുമ്പം എപ്പോഴും പുതുമ മാറാണ്ട് നിൽക്കുന്ന അവർ സമയത്തിന് ആ ഒരു പൊടിയും കാര്യങ്ങളെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെക്കുന്നതുകൊണ്ടാണ്. അല്ലാണ്ട് ഇതിങ്ങനെ തന്നെ ഉണ്ടാകുന്നതല്ല. അത് പൊതുവേ എനിക്ക് ഇടയ്ക്കെല്ലാം കമൻറ്റ് വരുത്തുന്നുണ്ട്, ഇർഫാനൻ്റെ വീട് എപ്പോഴും പുതിയതുപോലെ തന്നെയാലും ഒരു പണിയും ഇല്ലാന്ന്. അങ്ങനെയല്ല കേട്ടാ, നിങ്ങൾ വീഡിയോ എടുക്കുന്ന ടൈം മാത്രം അങ്ങനത്തെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ ഡെയിലി ക്ലീൻ ആക്കുന്നതുകൊണ്ടാണ് വീട് എപ്പോഴും പുതിയതായിട്ടുണ്ടാകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീടെല്ലാം പൊടി പിടിച്ച് പഴയതായിട്ടുണ്ടാവും. അങ്ങനെ ഞാനില്ലേ ഈ ഒരു ബൗൾ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഒന്ന് വാങ്ങിയിട്ടുണ്ടായിന്, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിനെ. എന്നിട്ട് ഞാൻ പിന്നെ ഈ പ്രാവശ്യം വന്നേരം വിചാരിച്ചു അതിൻ്റെ ഒരു വലിയ സൈസ് ആണ്ടേരം അതങ്ങനെ എടുത്തിട്ടുണ്ട്. 59 ദിർഹംസ് എങ്ങാനുമാണ്. പിന്നെ ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഇത് അരിയെല്ലാം കഴുകാൻ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും എടുത്തിട്ടുണ്ട്. 49 ദിർഹംസ് എങ്ങാനുമാണ് ഞാൻ കണ്ടിട്ടുണ്ടായിന്. പിന്നെ ഗ്ലാസ് ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് കാണിക്കുന്നതാണ്. ഐക്യയിൽ വന്നാൽ നല്ല രസമാണ് കേട്ടോ, ഇങ്ങനെ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം കാണാൻ വേണ്ടിക്ക്. പിന്നെന്താ, ഞാൻ 2-3 ഐറ്റംസ്, 2-3 ഒരു 5-6 ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, കുറേയൊന്നും എടുത്തിട്ടില്ല. പിന്നെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ് എല്ലാം കാണുമ്പം എടുക്കാൻ തോന്നും. കാര്യം നമ്മൾ റെസിപ്പി എല്ലാം ഷെയർ ആക്കുമ്പില്ലേ, നല്ല നല്ല പാത്രത്തിലെല്ലാം വീഡിയോ എടുക്കുമ്പോൾ നല്ല രസമല്ലേ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കൈപോവും എടുക്കും അങ്ങനെ. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്, ഇത് 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിന് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഈ പ്രാവശ്യം വന്നേരം അതിന് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിന്. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം വാങ്ങിക്കോ. ഐക്യലില്ലേ, നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ടാവും, പക്ഷേ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ട് കാണലുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ തന്നെ നമ്മൾ റൂമിലേക്ക് പോലാണ്. നാദൽ ഷീബ അസീസി പാർക്ക് അവന്യൂ. ഇവിടെ നിന്നുള്ള എന്താ പറയുക, നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഞാൻ റൂം ടൂർ ചെയ്തു തരാം. അതിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, ഈ റൂം ടൂർ ചെയ്യാൻ പരസ്യം ചെയ്യാനാണോ വന്നേന്ന് ചോദിച്ചിട്ട്. അല്ല കേട്ടാ, ഇതൊന്നും നമുക്കങ്ങനെ ഫ്രീ ആയിട്ടൊന്നും കിട്ടുമൊന്നും ചെയ്യില്ല. കാര്യം പരസ്യം ചെയ്യാനാണെങ്കിൽ നമ്മൾ മലയാളീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം വലിയ വലിയ അപ്പാർട്ട്മെൻ്റ് അല്ലേ. അങ്ങനെ എനിക്കൊരു നല്ല ഏരിയയിൽ റൂം വേണമെന്നുണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ നല്ലൊരു അപ്പാർട്ട്മെൻ്റ് എടുത്തൊന്ന് മാത്രം, അത്ര തന്നെ. പിന്നില്ലേ, ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു പുഡിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ്. എന്നിട്ട് ഇത് ഈ വീഡിയോ കാണാത്തവരെന്തായാലും കണ്ടോക്കണം കേട്ടോ. ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പുഡിങ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. നല്ല ഉണ്ടാക്കിയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മിൽക്ക് കേക്കെല്ലാം കഴിക്കുന്ന ഒരു ഫീലില്ലേ, ആ ഒരു ഫീൽ കിട്ടുന്നതാണ്. അപ്പോൾ റെസിപ്പി ഞാൻ ഫുള്ളായിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. ജസ്റ്റ് ഞാൻ ആ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പം മൊബൈലിലൂടെ കൊണ്ടുവച്ചിട്ടുണ്ടായിന്, അന്നേരം ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഐക്യെന്ന് ഞാനിങ്ങനെ ഈ ഒരു പുഡിങ് ബൗൾ വാങ്ങിയിട്ടുണ്ടായിന്.
പിന്നെന്താ ആ ഒരു കപ്പ ഉണ്ട്, ആ സൂപ്പെല്ലാം കുടിക്കുന്ന കപ്പാന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയതാണ്. ഒരു പീസേ വാങ്ങിയിട്ടില്ലു. ഇപ്പം ചിന്തിക്കുമ്പോൾ വിചാരിക്കുന്ന ഒന്നുകൂടി വാങ്ങാനേ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു ബൗൾ നാട്ടിൽ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ വാങ്ങിയതാണ് ഈ ഒരു ബൗൾ, ഐക്യ തന്നെയാണ്. എൻ്റെ രണ്ടാമത്തെ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയാൽ ഒന്നും കൂടി വാങ്ങിയിട്ടുണ്ടായിന്. ഇപ്രാവശ്യം പോയാൽ ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിന്. കാര്യമില്ലേ, എനിക്കൊരു കാര്യം ഇഷ്ടമായി കഴിഞ്ഞാൽ അത് നല്ല ക്വാളിറ്റിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഒന്ന് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം അതാ മറ്റേ പൊട്ടിപ്പോയി അല്ലാന്നുണ്ടെങ്കിൽ കറ പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടം പോലെയാണ് തോന്നുന്നത്. എന്നാൽ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ നോക്കട്ടെ, ട്രെൻഡോളിൽ ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ. പിന്നെ എന്താ പറയുക, ആമസോണിൽ, നാട്ടിൽ ആമസോണിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ വാങ്ങിക്കോ, അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ കുറവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ ചിക്കന് മീനെല്ലാം പുരട്ടൂല, മുളക് ഉപ്പെല്ലാം പുരട്ടി വെക്കൂലേ, അന്നേരം ഫ്രിഡ്ജിലാമറ്റം വെച്ചിനെങ്കിൽ എനിക്ക് അറിയാവും. ഞാൻ ആദ്യം വാങ്ങി ഒന്നിനില്ലേ കറിയായിട്ട്, അങ്ങനെ ഞാൻ ഈ ചിക്കനും മീനും മാത്രം പുരട്ടാൻ വേണ്ടിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പുഡിങ്ങെല്ലാം ഉണ്ടാക്കുമ്പോൾ അത് യൂസ് ചെയ്യാൻ കഴിയില്ലല്ലോ, അത് അങ്ങനെ തന്നെ റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സംഭവം. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് എക്സ്ട്രാ വാങ്ങിയേക്കാം അതിന് പ്രാവശ്യം വന്നേരം. അപ്പോൾ ഇതാ ഞാൻ ഈ പുഡിങ്ങെല്ലാം ഉണ്ടാക്കലാണ്. പിന്നെ നിങ്ങളെ വിശേഷങ്ങളെല്ലാം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. ഈ വ്ളോഗിൻ്റെ ഒന്നും കമൻറ്റ്സ് ഞാൻ റീപ്ലൈ തന്നിട്ടില്ല, സോറി. ഞാൻ നല്ല തിരക്കിലാണ് ഉണ്ടായിട്ടുണ്ടായിന്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെയില്ലേ, ഈദ് വ്ളോഗിൽ ലാസ്റ്റ് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, ഈ മോളെ നേരത്തെ കല്യാണം കഴിപ്പിച്ചതിന് ഉമ്മാനോട് ദേഷ്യമൊന്നും അങ്ങനെ എന്തോ പറയട്ടെ, അതിൻ്റെ അടിയിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ പഠിക്കാത്തതുകൊണ്ട് ബുദ്ധിയില്ല അങ്ങനെ എന്തോ കമൻറ്റ്. എനിക്ക് ഫുള്ളായിട്ട് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ അന്നേരം വായിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിന്. എനിക്ക് പറയാനുള്ളത്, ഒരാൾ പഠിച്ചാലേ ബുദ്ധി ഉണ്ടാവും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അത് നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. നമ്മളെല്ലാം സമയത്ത് 2007 ഒരു കുട്ടി കുറച്ച് ഹൈറ്റ് ഉണ്ട്, എന്താ പറയുക, കാണാൻ അത്ര മോശമില്ലെങ്കിലേ വേഗം കല്യാണാലോചനകൾ വരും. അത് ഭയങ്കര ക്ലാസ്സിൽ നല്ല പഠിക്കുന്ന കുട്ടിയായിരിക്കും, പക്ഷേ കല്യാണാലോചന വേഗം വന്നു കഴിഞ്ഞാൽ അത് ഒരു മോളാകുമ്പം പ്രത്യേകിച്ച് വേഗം വീട്ടുകാർ കല്യാണം കഴിപ്പിക്കും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ നമ്മളിതെല്ലാം കല്യാണം കഴിഞ്ഞിന്. ആ സമയത്ത് അധികം കുട്ടികളതും അങ്ങനെ തന്നെയായിരിക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവല്. അത് കുട്ടികൾ പഠിക്കാത്തതുകൊണ്ടല്ല. നമ്മൾ സ്കൂളിലെല്ലാം പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെല്ലാം ഇപ്പം സങ്കടവും, നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉമ്മാനോടെല്ലാം പറയും, എന്തിനാ ഭാവി കളഞ്ഞെന്നെല്ലാം പറയും. അങ്ങനെ ഞാനില്ലേ, എൻ്റെ മോൾക്ക് 5 വയസ്സില്ലേരും എൻ്റെ മോളെ സ്കൂൾ ബസ്സിൽ തന്നെ, ഞാൻ ആദ്യം പഠിച്ച സ്കൂളിൽ വാദിനൂർ എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, അവിടെ പോയിട്ട് എൻ്റെ +2 ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എൻ്റെ കൈമേലുണ്ടും താനും. അപ്പോൾ പഠിച്ചിട്ടില്ല എന്നുള്ള സങ്കടം എനിക്കില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആയിട്ടില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്ക് എന്തായാലും ഉണ്ടാകലുണ്ട് കേട്ടോ. ഇടയ്ക്കലില്ലേ ഞാൻ ഇക്കാനോട് പറയലുണ്ട്, എനിക്ക് പഠിക്കണം, പഠിച്ചിട്ട് എന്തെങ്കിലും ആവണമെന്നല്ല. അന്നേരം ഇക്കാനോട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചിട്ട് മറ്റുള്ളവരെ കീഴിൽ വർക്ക് ചെയ്യുന്നതിലും നല്ലതല്ലേ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ട് അതിൽ സക്സസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇക്കാക്ക് അൽഹംദുലില്ലാ ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട്. അങ്ങനെ എന്നാലും ഇല്ലേ ഇടയ്ക്കിടയ്ക്കെല്ലാം എനിക്ക് തോന്നലുണ്ട്, എന്താ പറയുക, പഠിക്കണമെന്നെല്ലാം എനിക്ക് അങ്ങനെ തോന്നലുണ്ട്, എന്തെങ്കിലും ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകലുണ്ട് അങ്ങനെ. അപ്പം എന്നെപ്പോലെ 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ നിന്ന് കല്യാണം കഴിഞ്ഞവരെല്ലാം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ ഇരിക്കാണ്ട് നമുക്കെന്താണോ ആഗ്രഹം, നമുക്കെന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിലേക്ക് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ പഠിക്കാൻ വീണ്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പഠിക്കാൻ വേണ്ടിക്ക് ഞാനെല്ലാം എന്താ പറയുക, എൻ്റെ മോളെ 5ാം ക്ലാസ്സിൽ 5 വയസ്സിലാണ് എൻ്റെ മോളെ കൂടെ തന്നെ പോയിട്ട്, എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിന്. 10ാം ക്ലാസ് നമ്മൾ ആ സമയമില്ലേ, ചില പെൺകുട്ടികളെ കല്യാണം വേഗമൊന്നും കഴിയൂല, പക്ഷേ ആ കുട്ടികൾ പഠിച്ചിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടാവും. എന്നാലും ചില പെൺകുട്ടികൾ കല്യാണം വേഗം ആലോചനയെല്ലാം വന്നിട്ട് വേഗം കഴിയും. എന്നാലും ഓള് ഭയങ്കര പഠിപ്പില്ല കുട്ടിയായിരിക്കും ക്ലാസ്സിൽ, പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞാൽ പറയാം, ഓള് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ, ഇവൾ ഇത്ര പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പഠിക്കുന്ന ടൈം ഏറ്റവും കൂടുതൽ പഠിച്ചാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും ഏറ്റവും കഴിവുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. കാരണം നമ്മളെ അത്രയും കഴിവുണ്ടായിട്ട് നമ്മളെന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും അല്ലാത്തവരായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വാശി ഉണ്ടായിട്ടുണ്ടായിന് പഠിക്കണമെന്ന്. പിന്നെ ചെറുതിലെല്ലാം എന്തെങ്കിലും ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിന്, എന്താണെന്നൊന്നും ഞാനിപ്പം പറയുന്നില്ല. പക്ഷേ ആ ഒരു ഓപ്ഷൻസ് ഒന്നും ഞാൻ രണ്ടാമത് പഠിക്കാൻ പോയ കോളേജിൽ ഉണ്ടായിട്ടില്ല. സ്കൂൾ ബസ്സിൽ പോയിട്ട് പഠിക്കണം, അങ്ങനെ നമ്മളെ ഒരു
എന്താ പറയുക സാഹചര്യം കൂടി വിലയിരുത്തിയിട്ടാണ് ഞാൻ രണ്ടാമത് പഠിക്കാൻ പോയിട്ടുണ്ടായിന്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നലുണ്ട് പഠിച്ചിട്ട് എന്തെങ്കിലും ആവണമെന്നെല്ലാം. അപ്പം ഇല്ലേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആൾ കമൻ്റ് ഇട്ടത് സത്യസന്ധമായ കാര്യമൊന്ന്, നമ്മൾ പാരൻസ് ഒരിക്കലും പെൺകുട്ടികളാണെന്ന് അവരെ വേഗം കല്യാണം കഴിപ്പിക്കണമെന്ന് ചിന്തിക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ആൺകുട്ടികളെക്കാട്ടിൽ ഒരുപാട് കഴിവുകൾ ഉള്ള പെൺകുട്ടികളുണ്ട്. ഒരേ സമയം അവർ വീട്ടിലത്തെ കാര്യങ്ങൾ മൊത്തം ചെയ്യും. എല്ലാവരും അല്ല കേട്ടാ, അത്രയും കഴിവുള്ള പെൺകുട്ടികളുണ്ട്. വീട്ടിലത്തെ കാര്യം ചിട്ടയോടെ ഭർത്താവിനോ മക്കൾക്കോ ഒരു കുറവും വരുത്താണ്ട് ജോലിക്ക് പോയി ജോലിയും ചെയ്ത് അവിടെയും സക്സസ് ഉണ്ടാക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അപ്പം പെൺകുട്ടികൾക്ക് കഴിവില്ല, അവർ വേഗം കല്യാണം കഴിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളെ മക്കളെ ഭാവി കളയാൻ പാടില്ല. നമ്മളെ മക്കളെ ഭാവി എന്ന് പറയുന്നത് അവർക്ക് പഠിച്ചവന് ആയിട്ടൊരു ബുദ്ധിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അവരെ പഠിപ്പിക്കണം, അവരൊരു നല്ല നിലയിലെത്തിച്ചിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടായി അവർ സ്വന്തമായിട്ട് ജീവിക്കുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണമെന്ന് തോന്നുമ്പോൾ മാത്രം ഒരു പാർട്ട്ണറിനെ നമ്മൾ കണ്ടെത്തി കൊടുക്കുക. അല്ലാണ്ട് നമ്മളെ താല്പര്യത്തിന് വേണ്ടിക്ക് നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുക. പഠിപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു കാര്യം എന്താ പറയുക, സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ മകൾ അല്ലാന്നുണ്ടെങ്കിൽ മകന് ഇന്ന നിലയിലാണെന്ന് പറയാൻ വേണ്ടിക്ക് അവർ പൊങ്ങച്ചത്തിന് വേണ്ടിക്ക് അവരെ പഠിപ്പിക്കാണ്ടിരിക്കുക. അവർക്ക് എന്താണോ ഇഷ്ടം ആ ഒരു രീതിയിൽ അവരെ പഠിപ്പിക്കാം. അങ്ങനെ അല്ലാണ്ട് നമ്മളെ ഇഷ്ടത്തിന് വേണ്ടി പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ജോലി ആസ്വദിച്ച് ചെയ്യാൻ കഴിയണമെന്നില്ല. എല്ലാം എന്താ പറയുക, അവരെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുക്കുക. നമ്മളൊരു കൺട്രോള് നമ്മളെ കയ്യിലുണ്ടാവണമെന്നേ ഉള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ എന്താ, ഞാനില്ലേ പോയിട്ടെല്ലാം വന്നിട്ട് കുട്ടികളുടെ പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിനി. പിന്നെന്താ ജിമ്മിന് പോവും, വർക്കൗട്ട് ചെയ്യും, എന്നിട്ട് പൂളിലേക്ക് പോവും. അങ്ങനെ ഇനിയിപ്പോൾ ഇതായിട്ടൊരു വേറൊരു ദിവസമാണ്. നമ്മൾ പെരുന്നാളിൻ്റെ മുന്നേ അങ്ങാനും ഡ്രസ്സെല്ലാം നോക്കാൻ വേണ്ടിക്ക് പോയതാണേ. സത്യം പറഞ്ഞാൽ നോക്കാൻ പോയിട്ട് അതിന് വലുതായിട്ടൊന്നും ഇഷ്ടമായിട്ടില്ല. പിന്നെ വിചാരിച്ചു എന്താ പറയുക, അപായടാന്ന്. അങ്ങനെയാണ് കേട്ടോ അപായ തീരുമാനമായ. ഇനിയിപ്പോൾ എന്താ, ഞാനില്ലേ എനിക്കൊരു ക്രീം വാങ്ങാനുണ്ടായിട്ടുണ്ടായിന്. എന്നോട് ചോദിക്കലുണ്ട്, ഇർഫാന ക്രീം ഏതാ യൂസ് ചെയ്യുക, ക്ലിനിക്കിൻ്റെ ഏതാ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യാന്നെല്ലാം ചോദിക്കലുണ്ട്. എനിക്ക് എന്താണെന്നറിയോ, ഞാൻ പറയാത്ത കാര്യം, എല്ലാവരും സ്കിന്നും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പം എൻ്റെ സ്കിന്നായിരിക്കില്ല നിങ്ങളത്, എൻ്റെ പ്രശ്നങ്ങളായിരിക്കില്ല നിങ്ങളത്. അപ്പില്ലേ നമ്മൾ ഒരു കാര്യം പരിചയപ്പെടുത്തി നിങ്ങളത് പൈസ കളഞ്ഞ് വാങ്ങിയാതെ നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ടാണെന്നുണ്ടെങ്കിലേ നിങ്ങൾ എന്നല്ലേ പറയാം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്ത. ക്ലിനിക്കിൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് നല്ലതായിട്ട് തോന്നലുണ്ട്, പക്ഷെ എല്ലാവർക്കും നല്ലതാവണമെന്നില്ല. അങ്ങനെ ചിലപ്പോൾ എല്ലാം നമുക്ക് പ്രൊമോഷൻ വീഡിയോ എല്ലാം ചെയ്യാൻ പറയലുണ്ട്. നമ്മൾ പറയുന്ന പൈസ എല്ലാം തരാം, സ്കിൻ കെയർ ഇതാണെന്നെല്ലാം പറയാൻ വേണ്ടിക്ക്. പക്ഷേ ഇല്ലേ, ഞാൻ അധികം അത് ചെയ്യലില്ല. കാര്യം നിങ്ങൾക്ക് അതൊരു നെഗറ്റീവ് എഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് റിസൾട്ടാണ് വന്നിട്ടുണ്ടെങ്കിലേ നിങ്ങൾ എന്നല്ലേ പറയുക. ആ ഒരു പേടി കൊണ്ട് ഞാൻ പറയില്ല, ഞാൻ യൂസ് ചെയ്യാത്തൊരു കാര്യം പറയില്ല. പിന്നെ ക്ലിനിക്കിൻ്റെത് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്രീമും കാര്യങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്യൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്കിന്നായിരിക്കില്ല, അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അങ്ങനെ അപ്പോൾ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യുമ്പം നമ്മളൊരു ഡോക്ടറിനെ കണ്ട് നമ്മുടെ സ്കിന്ന് ഏതാ, നമ്മളെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ട് സെലക്ട് ചെയ്യലായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മളില്ലേ ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ടുണ്ടായിനെ. ഗ്ലോബൽ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ നല്ല വിറ്റായിരിക്കും. എല്ലാ ഐറ്റംസും നമ്മളിൽ സത്യം പറഞ്ഞാൽ എന്താ കഴിക്കുക ഒന്നും ചിന്തിക്കില്ല, എല്ലാ ഐറ്റംസും വാങ്ങിയിട്ട് അങ്ങനെ കഴിക്കും. പിന്നെ മൻഹയിൽ കയ്യിൽ നഖം ഒട്ടിച്ചിട്ടുണ്ട്, നെയിലൊട്ടിച്ചിട്ടുണ്ട്. ഞാനില്ലേ സംഭവത്തിൽ അവരെ നഖം വളർത്താൻ വിടലില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളർത്തി കഴിഞ്ഞാൽ നമ്മൾ എത്ര ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തായാലും കച്ചറ ഉണ്ടാവും. ഫുഡ് കഴിക്കുമ്പം നമ്മൾ ഉള്ളിലേക്ക് പോകും. ഓരോ കാര്യങ്ങൾ ഇസ്ലാമിൽ പറഞ്ഞു നമ്മളെ ഹെൽത്തിന്, നമ്മളെ നല്ലതിന് തന്നെയല്ലേ പറയുന്നത്, അത് പഠിച്ചവന് വേണ്ടിക്ക് പറയുന്നതല്ല, നമ്മളെ ആരോഗ്യത്തിന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതല്ലേ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ നഖം വളർത്താൻ വിടില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽ പോളിഷ് ഇടുമ്പോൾ നമുക്ക് നമസ്കരിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും, സമയത്തിന് അത് റിമൂവ് ചെയ്യണം, അങ്ങനത്തെ എല്ലാം വിഷമമല്ലേ. ഇതാകുമ്പോൾ പ്രശ്നമില്ല. ഇത് ഇങ്ങനെ അടർത്തിയെടുക്കാൻ എളുപ്പമല്ലേ നമുക്ക്. ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അടർത്തിയിട്ട് ബാഗിൽ വെക്കുക, ഒള്ളൊടുക്കുക, നമസ്കരിക്കുക, പിന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടിച്ചു കൊടുക്കുക, അങ്ങനെയല്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് വിടലുണ്ട് കേട്ടോ. നല്ല രസമൊന്ന് കാണാൻ വേണ്ടിക്ക്, നെയിലിട്ടിട്ട് കാണാൻ വേണ്ടിക്ക്. അങ്ങനെ പിന്നില്ലേ ആ ഒരു പ്ലേറ്റ് സെറ്റും പിന്നെന്താ ഈ ഒരു കുക്കിംഗ് സെറ്റില്ലേ, അതും ഞാൻ ട്രെൻഡോളിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 50%, 60%ഓളം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹോം മേക്കറിൻ്റെ കുക്ക് വെയർ സെറ്റില്ലേ, അത് ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ബ്ലാക്കും ഗോൾഡ് ഹാൻഡിലും വരുന്നത്
ഇതില്ലേ നമ്മൾ സൂക്ഷിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സൂക്ഷിച്ചിട്ട് തന്നെ യൂസ് ചെയ്യണം. മറ്റേനെ പോലെ എങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമില്ല എന്ന് ഞാൻ പറയൂല. ഇതെൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പം 4 വർഷത്തോളമായി ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു കളർ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ സൂക്ഷിച്ചിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഹൈ ഫ്ലെയിമിലെല്ലാം ഇട്ടിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മോശമായി പോകും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയിലെ കുക്കർ സെറ്റാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ തന്നെ സെയിം വേറെ കളറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു പിങ്ക് കണ്ടേര് ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയതാണ്. എന്തായാലും ഞാൻ ഓരോ എന്ത് സാധനമായാലും ഇല്ലേ, ഡ്രസ്സാണെങ്കിൽ എല്ലാ കാര്യവും ഞാൻ കുറച്ച് എന്താ പറയുക ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് എന്താ പറയുക വാങ്ങിയത്, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. അങ്ങനെ ഇത് ഞാൻ 2 വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ഉമ്മാക്കും ഒന്ന് എനിക്കും, അങ്ങനെ 2 കേട്ടോ ഇത് വാങ്ങിയിട്ടുണ്ടായിന്. എന്ത് വാങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ എന്താ പറയുക, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഉമ്മ എന്ത് വാങ്ങുമ്പോൾ എനിക്കങ്ങനെ 2 വാങ്ങും. ഉപ്പ എന്ത് വാങ്ങുമ്പം അങ്ങനെ 2 നമ്മളങ്ങനെ വാങ്ങലുണ്ട്. കാര്യം എന്താ പറയുക, ഒരേ കളറാന്ന് അങ്ങനെ ഒന്നും നോക്കലില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ 2 നോക്കിയിട്ട് അങ്ങനെ വാങ്ങലാണ്. പിന്നില്ലേ ഞാൻ സ്കൂളിലേക്കുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങലാണ്. കാര്യം നാട്ടിലേക്ക് പോയെന്നല്ലേ, ഇവിടെ നല്ല ബാഗ്, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ എല്ലാം കിട്ടും. അപ്പോൾ ഇവിടെ തന്നെ നോക്കലാണ് കേട്ടോ. പിന്നെ ഇതേണ്ട ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. നാട്ടിൽ എൻ്റെ വീട്ടിലുണ്ട്. ഏതോ പ്രാവശ്യം വന്നേരം ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്, ആർഎംബിന്ന് വാങ്ങിയതാണ്. ഇതിപ്പോഴും ഇവിടെ അടിപൊളിയായിട്ട് കണ്ടേരം ഞാൻ നിങ്ങൾക്കും കൂടി വീഡിയോ എടുത്ത് ഷെയർ ആക്കിയതാണ്. ഇവിടുന്ന് വാങ്ങിയെന്നല്ല എന്നേരെല്ലാം കുറേ കമൻറ്റെല്ലാം കണ്ടിട്ടുണ്ടായിന്. നമ്മളില്ലേ ഒരു ഡ്രസ്സെല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അതിൻ്റെ മോഡലെല്ലാം പോയി പഴയതായിരുന്നു. പക്ഷെ നമ്മൾ വാങ്ങിയ സ്ഥലത്ത് ഇപ്പോഴും ആ ഒരു സംഭവമെല്ലാം പുതിയതായിട്ടുണ്ടാവും. അതിപ്പം കുറച്ച് പെർഫ്യൂമും കാര്യങ്ങളെല്ലാം അങ്ങനെ നാട്ടിലേക്ക് നോക്കി വാങ്ങി. പിന്നെ നാട്ടിലേക്ക് വരുന്ന വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിലോ തിരക്കെല്ലായി പോയി. ബ്രദർ ഉംറക്ക് പോകുന്ന തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. അങ്ങനെ അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.